എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു നോമ്പ് തുറ വിഭവം ഉണ്ടാക്കിയാലോ. അടുത്തന്നെ നമുക്ക് ഇവിടെ പെരുന്നാൾ വരാൻ പോവില്ലേ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഡിഷാണിത് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധിക സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറച്ച് ചിക്കൻ ഓൾറെഡി മിക്കവരുടെ വീട്ടിലെ ഫ്രീസറിലും കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത് കേട്ടോ. നോമ്പ് തുറ സ്പെഷ്യലാണ്. എല്ലാവരും പല പല വെറൈറ്റി ഫുഡും ഉണ്ടാക്കുന്ന പരീക്ഷണത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇതുകൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴെങ്കിലല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണയിൽ ഒരു പ്രാവശ്യം കഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ട് നന്നായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മൈദ ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് പഞ്ചസാര ചേർത്തു. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇതിൽ ഞാൻ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ ഈസ്റ്റ് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി കുഴച്ച് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കണേ. അപ്പോൾ നന്നായി കുഴച്ചെടുക്കുക. ഏകദേശം ഇതേ ഒരു ടൈപ്പിലാണ് കിട്ടിയത് എനിക്ക്. ഇനി നമുക്കൊരു പൊട്ടറ്റോ എടുക്കുക. ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലോട്ടേക്ക് വേവിക്കാൻ വെക്കുക. അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ആ ചിക്കൻ ഒരു മണിക്കൂർ മാറ്റി വെച്ച ആ ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എല്ലില്ലാത്ത ചിക്കൻ പീസാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ എല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കുക. ഇനി ഈ സമയം തന്നെ നമുക്കൊരു സവോള, ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. സവോള നന്നായി കൊത്തിയരിഞ്ഞ് വെക്കണം. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അത് നന്നായി വഴന്ന് വരട്ടെ. അങ്ങനെ നന്നായി വഴന്ന് വരുന്നുണ്ട്. ഒരു അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി. അതുപോലെ തന്നെ മുളക് പൊടി, അതും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കൻ മസാല അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായി പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കണേ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കനും നമ്മൾ കൈകൊണ്ട് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഏകദേശം നന്നായി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ മൈദേൻ്റെ കൂട്ടില്ലേ, അത് നമ്മൾ പൂരി പരത്തിയതുപോലെ പരത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഈ ചിക്കൻ, പൊട്ടറ്റോ ഇല്ല മസാല കൂട്ട് അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ പരത്തിയ ഒരു പീസും കൂടി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് 2ൻ്റെ സൈഡും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്യണില്ലെങ്കിൽ എണ്ണയിലിട്ടിട്ട് വറുക്കുമ്പോൾ അതിങ്ങനെ ഇളകിപ്പോവാതിരിക്കണമെങ്കിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക സൈഡ്. അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ എടുത്തതും എടുത്ത്
അതേപോലെ തന്നെ കയ്യിലെടുത്ത് വെച്ച് ഇതുപോലെ മസാലക്കൂട്ട് നിറച്ച് കൊടുക്കുക. അതും അതേപോലെ തന്നെ വേറൊരു പരത്തിയ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി അങ്ങനെ മുഴുവൻ ഉണ്ടാക്കട്ടെ. ഇതുപോലെ നിറക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ മുഴുവൻ ഉണ്ടാക്കി ഇതുപോലെ. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ചെഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ അവരവർക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതിലോട്ടേക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കുക. അതിലിട്ടിട്ട് രണ്ട് സൈഡും നന്നായി മുരിച്ചെടുക്കണേ. നന്നായി ചെറിയ തീയിലിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. ഉള്ള ഓൾറെഡി വേവണ്ടേ, അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മുരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ പുറം കരിഞ്ഞു പോകും. ഇതങ്ങനെ നമ്മുടെ അടിപൊളി ഡിഷ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇത് നോമ്പ് തുറക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് ഐറ്റമാണ്. ഇതങ്ങനെ അങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതങ്ങനെ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സ്നാക്സ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പീസൊക്കെ നിറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഓക്കെ, ബൈ ബൈ.